ദ ജേർണലിസ്റ്റിലേക്ക് ഇറാനെ എങ്ങനെയെങ്കിലും കീഴ്പ്പെടുത്തുക, ഹോർമുസിൽ ഇറാനുള്ള ആരാലും ചോദ്യം ചെയ്യപ്പെടാത്ത സ്വാധീനത്തെ ഇല്ലാതാക്കുക, ഹോർമുസ് കടലിടുക്കിൽ ഇറാന് ബദലായി ഒരു പുതിയ പാത സൃഷ്ടിക്കുക തുടങ്ങിയ നിരവധി ലക്ഷ്യങ്ങളുമായി കഴിഞ്ഞ കുറച്ചു കാലമായി അമേരിക്കയും ഇസ്രായേലും നിരവധി തന്ത്രങ്ങൾ മെനഞ്ഞിരുന്നു. ഇസ്രായേൽ ആണെങ്കിൽ ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള സമാധാന കരാറിനെ തകർക്കണമെന്ന ലക്ഷ്യത്തോടെ ഇറാനെ പ്രകോപിപ്പിക്കാനായി ലെബനനിലേക്ക് നിരന്തരമായി ആക്രമണങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. എന്നാൽ ലെബനാനിൽ നിന്ന് ഹിസ്ബുള്ള ശക്തമായി തിരിച്ചടിക്കുകയും കൂടുതൽ മുന്നറിയിപ്പുകൾ നൽകുകയും അമേരിക്കയുടെ സമ്മർദ്ദം ശക്തമാവുകയും ചെയ്തതോടെ ഇതിനെ അതിജീവിക്കാൻ കഴിയാതെ ഇസ്രായേൽ ആ ദൗത്യം ഉപേക്ഷിച്ച് ലെബനനിൽ നിന്ന് പിന്മാറി. അമേരിക്കയാകട്ടെ പലതവണ ഹോർമുസിൽ ഇറാന്റെ നിയന്ത്രണത്തിന് അതീതമായി ഒമാൻ തീരത്തുകൂടി പുതിയ ഒരു കപ്പൽ പാത ഉണ്ടാക്കാൻ ശ്രമം നടത്തുകയും ചില കപ്പലുകൾ ആ വഴിക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ പറഞ്ഞയക്കുകയും ചെയ്തെങ്കിലും അതിനെയൊക്കെ ശക്തമായി തകർത്തെറിഞ്ഞുകൊണ്ട് ഇറാൻ തങ്ങളുടെ വെല്ലുവിളി തുടരുകയാണ്. അമേരിക്കയ്ക്കും ഇസ്രായേലിനും ലോകത്തിന് മുമ്പിൽ നഷ്ടമായ മുഖം രക്ഷിക്കണമെങ്കിൽ ഇറാനെ ഏതെങ്കിലും തരത്തിൽ വരിഞ്ഞു കെട്ടിയേ മതിയാവൂ. അതിനുവേണ്ടിയുള്ള ചില നിർണായകമായ പുതിയ പദ്ധതികൾ അമേരിക്ക ഇപ്പോൾ സജ്ജമാക്കിയിരിക്കുകയാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം. ഹോർമുസിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ പല വഴികൾ അമേരിക്ക തേടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അമേരിക്കയെ ശക്തമായി കടന്നാക്രമിച്ചുകൊണ്ട് അമേരിക്കയുടെ തന്ത്രങ്ങളെല്ലാം പൊളിച്ചടുക്കിക്കൊണ്ട് ഇറാനും വെല്ലുവിളി തുടരുകയാണ്. അതാണിപ്പോൾ പശ്ചിമേഷ്യയിൽ സംഭവിക്കുന്ന ഏറ്റവും നിർണായകമായ തീക്കളി എന്ന് പറയുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളിൽ ഫ്രാൻസിന്റെ ഭാഗത്ത് നിന്ന് ഒരു വലിയ പ്രഖ്യാപനം ഉണ്ടാവുകയാണ്. ഹോർമുസിലെ മൈനുകൾ നീക്കാൻ ഫ്രാൻസ് രംഗത്തിറങ്ങും എന്നാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞത്. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ ശാന്തമാക്കാനുള്ള ശ്രമങ്ങളിലാണ് ഫ്രാൻസ് എന്നും ഹോർമുസിലൂടെ കപ്പലുകൾക്ക് ഉപാധികളില്ലാതെ സഞ്ചരിക്കാനായി സഖ്യകക്ഷികളുമായി ചേർന്ന് മൈനുകൾ നീക്കം ചെയ്യാൻ ഫ്രാൻസ് തീരുമാനിച്ചുവെന്നും മാക്രോൺ പ്രഖ്യാപിക്കുകയായിരുന്നു. അതായത് പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്ക് പിന്തുണയുമായി അല്ലെങ്കിൽ ഇറാന്റെ നിയന്ത്രണം അല്ലെങ്കിൽ ഇറാന്റെ ഉപരോധങ്ങൾ അവസാനിപ്പിച്ചുവെങ്കിലും ആ മേഖലയിൽ ഇറാനെ വെല്ലുന്ന വിധത്തിൽ ഒരു ഇടപെടൽ നടത്താനുമായിട്ട് ഫ്രാൻസും സഖ്യകക്ഷികളും തീരുമാനിക്കുകയാണ്. അത് ഫ്രാൻസ് എന്ന് പറയുന്നത് അമേരിക്കയുമായി ചേർന്ന് നിൽക്കുന്ന നാറ്റോ സഖ്യത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട രാജ്യമാണ് എന്ന് മാത്രമല്ല, ഫ്രാൻസ് തന്നെ പറയുന്നത് സഖ്യകക്ഷികളുമായി ചേർന്ന് ഞങ്ങൾ അവിടേക്ക് വന്നിട്ട് അവിടുത്തെ മൈനുകൾ നീക്കം ചെയ്യുകയാണെന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഹോർമുസിൽ ഇറാന് മാത്രമല്ല നിയന്ത്രണം അല്ലെങ്കിൽ ഇടപെടൽ അവകാശം, ഞങ്ങൾക്ക് കൂടിയുണ്ട്, ഞങ്ങളത് ഏറ്റെടുക്കാനായി തീരുമാനിക്കുകയാണ് എന്ന തരത്തിലേക്ക് ഫ്രാൻസ് ഒരു നീക്കം നടത്തുന്നു. തീർച്ചയായിട്ടും ട്രംപിൻ്റെ കുബുദ്ധി ഇതിന് പിന്നിൽ ഉണ്ട് എന്ന തരത്തിൽ വിലയിരുത്തലുകളുണ്ട്. എന്തായാലും ട്രംപ് പരസ്യമായി അതിനോട് പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ഫ്രാൻസിൻ്റെ ഈ നീക്കം അത്തരത്തിൽ ഹോർമുസിൻ്റെ അവകാശം തങ്ങളിൽ നിന്ന് കവർന്നെടുക്കാനോ അല്ലെങ്കിൽ ഹോർമുസിൽ തങ്ങൾക്ക് മാത്രമല്ല അവകാശമെന്ന് ലോകത്തിന് മുന്നിൽ സ്ഥാപിക്കാനോ ഉള്ള നീക്കത്തിൻ്റെ ഭാഗമാണ് എന്ന് ഇറാൻ തിരിച്ചറിയുകയാണ്. ഇതോടുകൂടി അതിരൂക്ഷമായ ഇടപെടലാണ് ഇറാൻ പിന്നീട് നടത്തുന്നത്. അതായത് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന ഈ ഉടമ്പടി പ്രകാരം ഹോർമുസിൻ്റെ പരിപൂർണമായ അവകാശം തങ്ങളിൽ നിക്ഷിപ്തമാണ് എന്ന് ഇറാന്റെ മന്ത്രിയായിട്ടുള്ള ഖാരി ബബാദി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഒരുപക്ഷെ ഇത് ആദ്യമായിട്ടായിരിക്കും ഇറാന്റെ ഔദ്യോഗിക പദവികളിൽ ഇരിക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹം ഇറാന് ഹോർമുസ് കടലെടുക്ക് പൂർണ്ണമായി അവരുടെ നിയന്ത്രണത്തിലാണെന്നും അവിടെ ഒരു രാജ്യത്തെ കൊണ്ടും മറ്റൊരു രാജ്യത്തെ കൊണ്ടും ഒരു തരത്തിലുള്ള ഇടപെടലുകളും അംഗീകരിക്കുകയില്ല എന്നും ഇറാൻ തീർത്തു പറയുകയാണ്. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഫ്രാൻസ് ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളെ കാട്ടി ഹോർമുസിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമ്മർദ്ദം ഉണ്ടാക്കാനായിരുന്നു അമേരിക്കയുടെ ശ്രമമെങ്കിൽ അത് പൊളിഞ്ഞടുങ്ങുകയാണ്. ഇനി അത് പതുക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതായത് 11,000-ഓളം കപ്പലുകൾ ഹോർമുസിൽ കെട്ടിക്കിടക്കുന്നുണ്ട് പല ഭാഗങ്ങളിലായി എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വിവരം. അത് കൃത്യമായ വിവരമല്ല, ഏകദേശ വിവരമാണ്. പല ഭാഗങ്ങളിലായിട്ട് ഹോർമുസിലൂടെ കടന്നു പോകേണ്ട കപ്പലുകൾ പല ഭാഗങ്ങളിലായി കുടുങ്ങിക്കിടക്കുന്നത് കണക്കിലെടുത്താൽ അത്രത്തോളം വരുമെന്നാണ് കണക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും കപ്പലുകളിൽ ഏതാണ്ട് 2000-നടുത്ത് കപ്പലുകൾ മാത്രമേ ഇപ്പോൾ കടന്നു പോയിട്ടുള്ളൂ എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം. അപ്പോൾ ബാക്കി കപ്പലുകൾ അതിവേഗത്തിൽ കടത്തിക്കൊണ്ടുപോയി ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിച്ച് വീണ്ടും ഇറാനെ വെല്ലുവിളിക്കാനുള്ള, ഇറാനെതിരെ ഒരു പടയൊരുക്കം നടത്താനുള്ള നീക്കമാണോ ഇതിന് പിന്നിലെന്ന സംശയവും ഉയരുന്നുണ്ട്. കാരണം ഹോർമുസ് എന്ന് പറയുന്നത് ഇറാന്റെ വജ്രായുധമാണ്. അമേരിക്കയും ഇസ്രായേലും ഈ യുദ്ധം തുടങ്ങി വെച്ചതുകൊണ്ട് ഇറാൻ ഉണ്ടായ ഏറ്റവും വലിയ ഗുണം കഴിഞ്ഞ 49 വർഷമായി അവർക്ക് പിടിച്ചെടുക്കാൻ കഴിയാതിരുന്ന അല്ലെങ്കിൽ അവരുടേത് മാത്രമെന്ന് അവകാശപ്പെടാൻ കഴിയാതിരുന്ന ഹോർമുസ് അത് സിമ്പിളായിട്ട് ഇറാന്റെ കയ്യിലേക്ക് വന്നു.
അപ്പോൾ സ്വാഭാവികമായിട്ടും അത് പൊളിക്കുക എന്നതാണ് ഇപ്പോൾ അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും നിർണായകമായ ദൗത്യം. പല വിധത്തിൽ ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്തി നോക്കി, ഒമാൻ കടൽ തീരത്തോട് ചേർന്നിട്ടുള്ള പുതിയൊരു പാത നിർമ്മിക്കാൻ നോക്കി. പക്ഷേ അവിടെയൊക്കെ കപ്പലുകൾ തകർത്തെറിഞ്ഞുകൊണ്ട് രൂക്ഷമായ ഭാഷയിലാണ് ഇറാൻ പ്രതികരിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അത്തരം ഇടപെടലുകളൊന്നും നടക്കില്ല. സഖ്യകക്ഷികളെ കൂടുതലായി രംഗത്തിറക്കിക്കൊണ്ട് ഇറാന് മുന്നിൽ ഒരു നാടകം കളിക്കാനുള്ള ശ്രമമായിരിക്കാം ഒരുപക്ഷെ ട്രംപ് ഉദ്ദേശിച്ചിട്ടുണ്ടാകുക. എന്തായാലും അതും ഇറാൻ തകർത്തു തരിപ്പണമാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇനി ചിലപ്പോൾ ഒരു പുതിയ പോർമുഖം പോലും ഹോർമുസിൽ തുറക്കാനുള്ള സാധ്യതയുണ്ട്. ഫ്രാൻസ് ഉൾപ്പെടെയുള്ള മറ്റു പല രാജ്യങ്ങളെ കൊണ്ടും അവിടുത്തെ മൈനുകൾ നീക്കം ചെയ്യണം, അല്ലെങ്കിൽ കപ്പലുകൾക്ക് വേഗം കടന്നു പോകാനുള്ള അനുമതി കൊടുക്കണം തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങളുടേതുകൂടിയാണ് ഈ സ്വതന്ത്ര സ്പേസ് ആയിട്ടുള്ള ഹോർമൂസ് എന്ന നിലയിലേക്ക് ഒരു പടയൊരുക്കം കൊണ്ടുവരാനായിരിക്കും അമേരിക്ക ശ്രമിക്കുക. പക്ഷെ അതിനെയൊക്കെ തുടക്കത്തിലെ പ്രതിരോധിക്കുന്ന അവസ്ഥയിലേക്ക് ഇറാൻ മാറിയിരിക്കുന്നു എന്ന് മാത്രമല്ല, ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഏറ്റവും പുതിയ അവകാശവാദങ്ങളെ പോലും ഇറാൻ തകർത്തെറിഞ്ഞിട്ടുണ്ട്. ട്രംപ് പറഞ്ഞത് ഇനി അടുത്ത ചർച്ച ഖത്തറിൽ നടക്കാൻ പോവുകയാണ്, ഇറാൻ വരുമെന്നാണ്. പക്ഷേ ഇറാൻ പറഞ്ഞത് അത്തരം ഒരു ചർച്ചയേ ഇല്ല, ഞങ്ങൾക്ക് കിട്ടേണ്ടത് വാങ്ങിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചില ചർച്ചകൾ മാത്രമാണ് നടക്കുന്നത്, അതിനപ്പുറത്തേക്ക് വലിയ നീക്കങ്ങളൊന്നും ഇല്ല എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതും ട്രംപിനേറ്റ കനത്ത പ്രഹരമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊരു സാഹചര്യം, അതായത് ഒരു വശത്ത് സമാധാനമെന്ന് പറയുമ്പോഴും കപ്പലുകൾ വീണ്ടും ഇറാൻ്റെ കണ്ണ് വെട്ടിച്ച് ഹോർമുസിൽ പുതിയ പാതകളിലൂടെ പോവുകയോ അല്ലെങ്കിൽ മൈനുകൾ നീക്കം ചെയ്യാനായിട്ട് വലിയൊരു സന്നാഹം ഇറങ്ങുകയോ ഒക്കെ ചെയ്താൽ വീണ്ടും അത് ഇറാനെതിരായിട്ടുള്ള ഒരു വലിയ പടയൊരുക്കം തന്നെയാകും. പുതിയ സഖ്യകക്ഷികളെ, പുതിയ സേനകളെ രംഗത്തിറക്കിക്കൊണ്ട് എങ്ങനെയെങ്കിലും ഇറാൻ്റെ ആ മേഖലയിലെ ഗ്രിപ്പ് ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയായിരിക്കണം അമേരിക്ക പുതിയ തന്ത്രങ്ങൾ മെനയുന്നത്. അതിനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ഒരു വലിയ സന്നാഹം എന്ന നിലയിൽ സഖ്യകക്ഷികളെയൊക്കെ കൂട്ടിച്ചേർത്ത് ഞങ്ങൾ അവിടെ ചെന്ന് മൈനുകൾ നീക്കം ചെയ്യുകയാണ് എന്ന് ഫ്രാൻസ് പറഞ്ഞതിന് പിന്നിൽ. എന്തായാലും അതൊരു തീക്കളിയായി തന്നെ വേണം വിലയിരുത്താൻ. ഇറാനെ പൂർണ്ണമായും തച്ചുടയ്ക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി ട്രംപ് ഒരു വശത്ത് ചില പ്രഖ്യാപനങ്ങളൊക്കെ തുടർന്നും നടത്തുന്നുണ്ട്. എന്നാൽ ഇതിനെയൊക്കെ ഫലപ്രദമായി തന്ത്രപരമായി പ്രതിരോധിക്കുന്ന ഇറാനെയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇറാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് ഗൾഫ് രാജ്യങ്ങളുമായി കൂടിച്ചേർന്ന് ഒരു പുതിയ സഖ്യം ഉണ്ടാക്കുക, ഒരു വലിയ സഖ്യം ഉണ്ടാക്കുക. ഗൾഫ് രാജ്യങ്ങൾക്ക് മുന്നിൽ വിദേശകാര്യമന്ത്രി, ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചി ഇപ്പോൾ പറയുന്നത്, നമുക്ക് സഹോദര രാജ്യങ്ങളായി, നമ്മൾ സഹോദരങ്ങളാണ്, നമുക്ക് കരാറുകളിൽ ഒപ്പിട്ട് വികസന കാര്യങ്ങളിലടക്കം ഒന്നിച്ചു ചേർന്ന് സഹകരണ മനോഭാവത്തോടു കൂടി മുന്നോട്ട് പോകാമെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ വലിയ തോതിലുള്ള തിരിച്ചടികളായി അമേരിക്കയ്ക്കും അല്ലെങ്കിൽ അമേരിക്ക കളത്തിലിറക്കുന്ന പുതിയ സേനകൾക്കും വലിയ തിരിച്ചടിയായി മാറുകയാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പക്ഷെ അപ്പോഴും ഇറാനെ പ്രകോപിപ്പിക്കുന്ന നടപടികൾ തുടരുന്നുണ്ട്. ഇതുപോലെ ഇറാന് ഹോർമുസിൽ ഒരു അവകാശവുമില്ല എന്ന് സ്ഥാപിക്കുന്ന വിധത്തിൽ പുതിയ കപ്പലുകൾ, അല്ലെങ്കിൽ ഇറാന് ഹോർമുസിൽ ഒരു അവകാശവുമില്ല എന്ന് സ്ഥാപിക്കുന്ന വിധത്തിൽ പല കപ്പലുകളും പുതിയ കപ്പൽ പാതകളൊക്കെ ഉണ്ടാക്കി ഒമാൻ്റെ തീരത്തു കൂടിയൊക്കെ പറഞ്ഞയക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിന് നേരെ വലിയ ആക്രമണങ്ങൾ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. അതിനെതിരെയായിരുന്നു ഇറാനിലേക്ക് അമേരിക്ക കഴിഞ്ഞ ദിവസം വീണ്ടും ആക്രമണം നടത്തിയത്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ പദ്ധതികൾ ഇറാൻ പൊളിച്ചാൽ പ്രകോപിതരായിക്കൊണ്ട് അമേരിക്ക തിരിച്ചടിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്, തുടരുന്നുണ്ട്. അത് തന്നെ ഇനി വീണ്ടും ആവർത്തിക്കാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. ഇപ്പോൾ ഫ്രാൻസിനോട് ഇറാൻ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചതുകൊണ്ട് അത് ഞങ്ങളുടെ ഭാഗമാണ്, ഞങ്ങളുടെ മേഖലയാണ്, അവിടെ തുടരുത്, ഹോർമുസിൽ എന്ത് ചെയ്യാൻ, മൈനുകൾ നീക്കം ചെയ്യൽ എന്ത് ചെയ്യാനാണെങ്കിലും അത് ഞങ്ങളുടെ മാത്രം ഏരിയയാണ് എന്ന് ഇറാൻ പറഞ്ഞത് വലിയ പ്രകോപനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. അല്ലെങ്കിൽ അത് ഞങ്ങളുടേതാണ് എന്ന് അമേരിക്കയുടെ മുഖത്തടിക്കുന്ന വിധത്തിൽ ഇറാൻ പ്രഖ്യാപിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വീണ്ടും ഒരു ആക്രമണമോ പ്രകോപനമോ തീക്കളിയോ ഹോർമുസിൽ ആരംഭിക്കുകയും കൂടുതൽ സേനകളെ രംഗത്തിറക്കി അമേരിക്ക രംഗം വഷളാക്കുകയും ചെയ്യാനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. അതൊരിക്കലും പൂർണ്ണമായി നമുക്ക് ഇല്ല എന്ന് തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സമാധാനം പരിപൂർണമായി മേഖലയിൽ ഉണ്ടായി എന്ന് പറയാൻ കഴിയില്ല. ഇനിയും ഇറാന് നേരെ വലിയ പടയൊരുക്കങ്ങൾ ഉണ്ടായേക്കാം. പ്രത്യേകിച്ചും ഹോർമുസ് തുറന്ന സാഹചര്യത്തിൽ അവിടുത്തെ പ്രതിസന്ധി പരിഹരിക്കുന്ന മുറയ്ക്ക്, പരിഹരിക്കപ്പെട്ട് തുടങ്ങിയപ്പോൾ തന്നെ ഇങ്ങനെ കൂടുതൽ കപ്പലുകൾ പോകുന്ന മുറയ്ക്ക് വീണ്ടും ഇറാനെതിരെ വലിയ നീക്കങ്ങൾ, സൈനിക സന്നാഹങ്ങൾ, പുതിയ സേനകൾ പലതും ഈ ഫ്രാൻസ് വന്നതുപോലെയൊക്കെ ഇനി പല നീക്കങ്ങളും പ്രതീക്ഷിക്കാമെന്നാണ് മനസ്സിലാക്കേണ്ടത്.